കേൾക്കാമോ? ഓക്കെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. എവിടെ വരെ നമ്മൾ എടുത്തത്? വൈഗ ഒന്ന് പറയാമോ? എവിടെ വരെ നമ്മൾ എടുത്തേ വൈഗ? ഏത് ഡിപ്പാർട്ട്മെന്റാ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ച് നിർത്തിയത്? ENT ഡിപ്പാർട്ട്മെന്റ്. വൈകില്ല? യെസ് മാം, കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല? ഇല്ല, ഉണ്ടായില്ല. ഇല്ല. റെക്കോർഡ് ക്ലാസ് കാണുന്നില്ലേ? കാണുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് കാണണേ. ഗാഥ ഗാഥ നമ്മൾ എവിടെ വരെ നിർത്തേ? ഗാഥ ഉണ്ടായിരുന്നോ? ELT ഉണ്ടായിരുന്നു. ELT വരെ എടുത്തു മാം. ELT കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് വാട്ട് അബൌട്ട് നോട്ട്സ്? നോട്ട് തന്നോ? നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം വരെ നോട്ട് തന്നു. ELT നോട്ട്സ് തന്നു അല്ലേ? അതെ. അതായത് നമ്മളുടെ ലംബ് എന്താണെന്ന് പറഞ്ഞോ, ടിയർ ഡക്റ്റ് പ്രോബ്ലം എന്താണെന്ന് നോട്ട് ചെയ്തിയോ? ഇത് രണ്ടുമാണ് നമുക്ക് പ്രധാനമായിട്ട്. യെസ്, ഓക്കെ. സോ നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. ഹോപ്പിംഗ് ഓൾ ആർ ഡൂയിങ് വെൽ. നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. എനിക്കൊന്ന് മ്യൂട്ട് കൊടുത്തേ. Yes, endocrinology department. What is the endocrinology department for? ഇതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കാം. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഒരു സ്റ്റഡി ഓഫ് മെഡിസിൻ ആണ് endocrinology. Endocrinology relates or it is the study of medicine which deals with the endocrine system. And what is endocrine system? See, pancreas, thyroid, parathyroid, pineal, then hypothalamus, adrenal and pituitary glands, and ovaries and testes. All this consist of our endocrine system. Endocrine system എന്ന് പറയുന്നതിനെ ബാധിക്കുന്ന, അതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ സിസ്റ്റം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റഡി ആണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം? എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ ഗ്ലാൻഡുകൾ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡുകൾ, പിന്നെ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഇതൊക്കെയാണ് എൻഡോക്രൈൻ സിസ്റ്റം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വിളിക്കുക. ഇത് ഓരോന്നോരോന്ന് പറ്റിപ്പറ്റിക്ക് അതിന് ആ പേരുകളുണ്ട്. പക്ഷെ all this collectively it is called or it is termed as endocrine system. ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ അതിനെ endocrine system എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്തരം endocrine സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചില ഡിസോർഡേഴ്സ്, ഡിസീസസ് ക്യൂർ ചെയ്യാൻ അതിനു വേണ്ടിയുള്ള മെഡിസിൻസ് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ endocrinology എന്ന് വിളിക്കാം. ആൻഡ് ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ endocrine സിസ്റ്റത്തിൽ വരുന്ന പാൻക്രിയാസ്, അതെ, നമ്മുടെ ശരീരത്തില് കുറെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ നിന്ന് ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടല്ലോ. അതെല്ലാം എന്താ പറയാ, ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിന് എടുക്കണം. അത് ബേൺ ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതായിട്ട് എടുക്കുക. അതിൽ നിന്ന് അതിന്റെ പാർട്ടിക്കിൾസ്, അതിന്റെ എന്താണോ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളത് എടുക്കുകയും വേണം. അതിൽ കൂടുതലായിട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എന്ത് സാധനവും കൂടുതലായി കഴിഞ്ഞാൽ അത് ബിക്കംസ് ഡിസീസ്, പല രോഗങ്ങളായിട്ട് മാറും. ഉദാഹരണം പറഞ്ഞിട്ട് തൈറോയിഡ് ഒക്കെ നോർമൽ ഒരു ആവറേജ് അതിനൊരു വാല്യൂ ഉണ്ട് അല്ലെ? അത്രയും കണ്ടന്റ് നമുക്ക് തൈറോയിഡിന്റെ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ വേണം. ഇഫ് ഇറ്റ് ഈസ് മോർ ഓർ ഇഫ് ഇറ്റ് ഈസ് ടു ലോ, ബോത്ത് ആർ ഡിസീസ്. എന്നാൽ അത് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ചില ആളുകളിൽ അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തൈറോയിഡ് ഗ്ലാൻഡുകൾ തൈറോയിഡിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ചില ആളുകളിൽ അത് വളരെ കുറവ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ രണ്ടും ആ ഒരു അബ്നോർമൽ രീതിയിൽ വന്നാൽ, ഇംബാലൻസ്ഡ് ആയിട്ട് വന്നാൽ, ബാലൻസ്ഡ് അല്ലാത്ത രീതിയിൽ വന്നാൽ അതൊരു ഡിസീസ് ആയിട്ട് മാറും. അപ്പൊ തൈറോയിഡ്, അതുപോലെ തന്നെ പാരാതൈറോയിഡ്, അതുപോലെ പാൻക്രിയാസ് പറഞ്ഞു വന്നത് അതാണ്. പാൻക്രിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെയുള്ള ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ നിന്ന് എൻറ്റർ ചെയ്യുമ്പോൾ അതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ശരീരത്തിലേക്ക് ആവശ്യമായ എന്താ പറയാ ഡൈജഷനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പാൻക്രിയാസിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈംസ് ആണ്.
എന്താണ് എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയാ അത്തരം ആ ഒരു എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് ഇത്തരം പ്രോട്ടീൻസിനെയും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ശരീരത്തിലേക്ക് ആവശ്യമുള്ളത് ബാലൻസ് ചെയ്ത് നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് അതുപോലെ തന്നെ അപ്പൊ പാൻക്രിയാസ് ഈ പറയുന്ന എൻസൈമുകൾ കൃത്യമായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തില്ല എങ്കിൽ അതൊരു ഡിസീസ് ആയിട്ട് മാറാം. അത് പല ഫംഗ്ഷനിങ്ങിനെയും ബാധിക്കും. അതുപോലെ തൈറോയിഡും ആവശ്യത്തിന് വേണം. പാരാതൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ തന്നെ അപ്പുറത്തും ആ ബോത്ത് സൈഡ്സിൽ കാണുന്ന സ്മോൾ ഓവൽ ഷേപ്പിലുള്ള രണ്ട് പെയർ ഓഫ് ചെറിയ ഗ്ലാൻഡുകളെയാണ് നമ്മൾ പാരാതൈറോയിഡ് എന്ന് വിളിക്കാം. പിന്നെ പൈനിയൽ ഗ്ലാൻഡ്സ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രവർത്തികളൊക്കെ ചെയ്യില്ല, നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് പൈനിയൽ ഗ്ലാൻഡ്. ഹൈപ്പോതലാമസ് നമ്മുടെ ബ്രെയിനിലെ ഒരു ഭാഗമാണ്. ഈ ബ്രെയിനിലെ ഈ ഒരു ഭാഗമായ നമ്മളുടെ ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ, വാട്ടർ ലെവല്, അതുപോലെ നമ്മുടെ ഹങ്കർ, നമുക്കുള്ള വിശപ്പ്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. ഓരോ നമ്മുടെ ശരീരത്തിൽ വെറുതെ കുറെ എന്താ പറയാ ഇന്റേണൽ ഓർഗൻസ് കുത്തിക്കയറ്റി വെച്ചേക്കുന്നതല്ല, ഓരോന്നും ഹാസ് ഇറ്റ്സ് ഓൺ ഫങ്ഷൻസ് അല്ലെ, ഓരോന്നിനും അതിൻ്റെതായ ഫങ്ഷൻസ് ചെയ്തു തീർക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായ രീതിയിൽ ഫങ്ഷൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ ഈ ബോഡി എന്ന് പറയുന്ന ആ ഒരു മെഷീൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അതല്ല എങ്കിൽ ചിലപ്പോൾ ചില ഡിസീസസ് നമ്മളുടെ ഈ പറയുന്ന ഇന്റേണൽ ഓർഗൻസിലൊക്കെ ബാധിക്കുമ്പോൾ അതൊക്കെ ചില പാർട്സിന് വരുന്ന കേടുപാടുകളാണെന്ന് മനസ്സിലാക്കുക. ആ കേടുപാടുകൾ വരുമ്പോൾ ആ ഒരു മെഷീൻ നല്ല രീതിയിൽ പ്രവർത്തിക്കില്ല അല്ലെ, അതിന്റെ ഹൈ എനർജി അല്ലെങ്കിൽ ഹൈ എഫിഷ്യൻസി അത് പുറത്തേക്ക് തരില്ല ആ മെഷീൻ. അത് തന്നെയാണ് മനുഷ്യന്റെയും അവസ്ഥ. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലും ഒരുപാട് ഇന്റേണൽ ഓർഗൻസ് ഉണ്ട്. ഈ ഇന്റേണൽ ഓർഗൻസിനൊക്കെ അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഓൾ ഷുഡ് പ്രോപ്പർ വെൽ അല്ലെ, എല്ലാം പ്രോപ്പർ ആയിട്ട് അത് വർക്ക് ചെയ്താൽ മാത്രമാണ്, ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമാണ് കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുള്ളൂ. അപ്പൊ ഓരോന്നിനെയും നിയന്ത്രിക്കുന്നതും ഓരോന്നിനെയും കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ബ്രെയിൻ അതൊരു വലിയ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ബ്രെയിനിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ആ ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ വിച്ച് ഇസ് പാസ്ഡ് ബൈ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ പാസ് ചെയ്യുന്ന ഇൻഫോർമേഷനിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ അത് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്, അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ട്രീറ്റ്മെന്റുകൾ അത് എന്തിനെ സംബന്ധിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ള ഇൻഫോർമേഷൻസ് എനിക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പറയുകയും അത് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫങ്ഷനിങ് അവിടെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ ബ്രെയിൻ പ്രവർത്തനമാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ ഫങ്ഷൻസ് ചെയ്യാനായിട്ട് അഡ്രിനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഓർ പീയൂഷ് ഗ്ലാൻഡ് എന്നൊക്കെ പറയാം. പീയൂഷ് ഗ്ലാൻഡ് ഒരു മാസ്റ്റർ ഗ്ലാൻഡ് ആണ്. അതും ഈ പറഞ്ഞ പോലെ അതിൻ്റെതായ പ്രവർത്തനങ്ങളുണ്ട്. ഓവറീസ് ആൻഡ് ടെസ്റ്റിസ് അതായത് സെക്ഷൽ ഹോർമോൺസ് ആണ്, സെക്ഷൽ ആയിട്ടുള്ള അവയവങ്ങൾ അത് ഓർഗൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ് ഈ പറയുന്ന എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം കംപ്ലീറ്റ് ആകുന്നുള്ളൂ. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന സാധനങ്ങൾ ആ ഓർഗൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് എൻഡോക്രൈൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു എൻഡോക്രൈൻ സിസ്റ്റം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ എൻഡോക്രൈൻ സിസ്റ്റം. അങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓർക്കുക, പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രിനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ്. ഇനി എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഇറ്റ്സ് ഓൾസോ എ മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി which deals with the hormones and hormone related glands. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, പുരുഷന്മാരിലും അതുപോലെ സ്ത്രീകളിലും ഒക്കെ ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ഒരേപോലത്തെ ഹോർമോൺസ് അല്ലല്ലോ. സ്ത്രീകളിൽ ചില ഹോർമോൺസ് സ്ത്രീകൾക്ക് വേണ്ട രീതിയിലുള്ള ഹോർമോൺസ് ഉണ്ട്. അപ്പൊ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡുകളും ഉണ്ടെങ്കിൽ അതും നമ്മുടെ എൻഡോക്രൈനോളജിയിൽ അത്തരം ഡിസോർഡേഴ്സും ട്രീറ്റ് ചെയ്യുന്നതാണ്. And also this department works closely with the specialist departments such as ophthalmology, oncology, that means radiation oncology, then surgery of obstetrics, transplantations, and also provides multidisciplinary approach to various problems which includes diabetes, nutrition, osteoporosis, that is calcium disorders, and pituitary gonad adrenal disorders, thyroid disorders, transgender, intersex medicine, and also transplantation.
അതായത് നമ്മുടെ ഗ്ലാൻഡുകളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും, അതായത് നമ്മുടെ ശരീരത്തിലെ പല ഗ്രന്ഥികളുമായിട്ട് കണക്ട് ചെയ്താണ് പല ഓർഗൻസ് കിടക്കുന്നത്. അപ്പൊ ഈ ഗ്രന്ഥികള് ഇതിങ്ങനെ പല അവയവങ്ങളോടും ഇതുപോലെ തന്നെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് അത്തരം ആ കാര്യങ്ങളിലൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കണക്റ്റഡ് ആണ്. കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുണ്ട്, അതുകൊണ്ട് ഒഫ്താൽമോളജിയുമായി കണക്ഷൻ ഉണ്ട്. മനസ്സിലായിട്ടുണ്ടാകും പറയുന്നത്. ഓക്കെ, ഗ്ലാൻഡുകളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയാസ് എവിടെയൊക്കെ ഉണ്ടോ അതുമായിട്ട് നമ്മുടെ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിന് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒഫ്താൽമോളജി, കണ്ണുനീർ ഗ്രന്ഥി, കണ്ണിലേക്ക് ഒരുപാട് ഗ്രന്ഥി, കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുണ്ട്, അതുകൊണ്ടാണ് അത് ഒഫ്താൽമോളജി അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗ്ലാൻഡുകൾ എവിടേക്കുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് മറ്റു ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ തന്നെ റേഡിയേഷൻ ഓങ്കോളജി, നമ്മുടെ എന്താ പറയാ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി നമ്മൾ പറയും. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിനൊക്കെ റേഡിയേഷൻ കൊടുക്കേണ്ടി വരും അല്ലെ. നമ്മളുടെ റേഡിയേഷൻ കൊടുത്തിട്ടാണ് അത്തരം ക്യാൻസേഴ്സിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുക. അത് എത്ര തരത്തിലൊക്കെ ഉണ്ട്, ഓരോ എന്താ പറയാ ഡിഫറൻഷിയേഷൻ ഉണ്ട്. ഓങ്കോളജിയിലും കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾക്ക് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഓരോ എന്താ പറയാ ഈ ക്യാൻസറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സ്റ്റേജ് അനുസരിച്ച് മാറും. ചിലപ്പോൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ കുറെ നാളുകളായിട്ട് വെച്ചുകൊണ്ട് എടുക്കുന്നത് അത് കുറെ കഴിയുമ്പോൾ അത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജസിലേക്ക് എത്തും. 5th സ്റ്റേജും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ കനോട്ട് ബി ക്യൂർഡ്. കുറച്ചു നേരമൊക്കെ നമുക്ക് ആ വേദനകളെ സഹിപ്പിച്ച് അതിൽ നിന്ന് എന്താ പറയുന്ന ഒരു മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അപ്പൊ അതുകൊണ്ടാണ് റേഡിയേഷൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. സർജറി, ഒബ്സ്റ്റട്രിക്സ് നമ്മൾ പറഞ്ഞല്ലോ. ഒബ്സ്റ്റട്രിക്സിന്റെ പ്രത്യേകത കൂടുതലും എന്താ പറയാ നമ്മളുടെ സ്ത്രീ അമ്മയാകാൻ തുടങ്ങുന്ന സ്റ്റേജ് മുതൽ അമ്മയും കുട്ടിയുമായിട്ട് വേർതിരിഞ്ഞ് ഒരു കുറച്ച് ദിവസങ്ങളോട് കൂടി വരെ ട്രീറ്റ്മെന്റുകൾ ഒരുമിച്ച് എല്ലാം കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ്. അപ്പൊ അവിടെ സർജറീസ് പലതും വരാറുണ്ട്. അപ്പൊ അതും നമ്മളുടെ എന്താ പറയാ ഗ്ലാൻഡുകളെ റിലേറ്റഡ് ആയിട്ടുള്ള ചില സർജറീസ് ഒക്കെ നടത്തുമ്പോൾ ഗ്ലാൻഡ് ഒക്കെ ശ്രദ്ധിക്കണം, ഗ്രന്ഥികളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് അതും ഇതിൽ കണക്റ്റഡ് ആണെന്ന് പറയാം. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻസ് നടത്തും, ഒരു അവയവം മറ്റൊരാളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ഗ്രന്ഥികളുമായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് അതുകൊണ്ട് അതും ഇതിനകത്ത് ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ആൻഡ് ഓൾസോ മറ്റ് പലതരത്തിലുള്ള മെഡിക്കൽ പ്രോബ്ലംസും എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂർ ചെയ്യുന്നുണ്ട്. അതിന്റെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഡയബറ്റീസ്, ഷുഗർ, പിന്നെന്താ ന്യൂട്രീഷൻ പ്രോബ്ലംസ്. നമുക്ക് പറഞ്ഞു ന്യൂട്രീഷൻ ആയാലും പ്രോട്ടീൻ ആയാലും വൈറ്റമിൻസ് ആയാലും അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു ബാലൻസ്ഡ് അളവിൽ എന്തായാലും വേണം. അത് കൂടുതലായാലും കുറവായാലും പ്രശ്നമാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്. പിന്നെ ഓസ്റ്റിയോപോറസിസ് ആണ്. എന്താ കാൽഷ്യം ഡിസോർഡേഴ്സ് കൊണ്ടുണ്ടാകുന്ന ബോൺ ഡിസോർഡേഴ്സ് ആണ്. അതായത് നമ്മുടെ കാൽഷ്യം കുറവ് അല്ലെങ്കിൽ കൂടുതൽ കൊണ്ടുണ്ടാകുന്ന എല്ലിന് വരുന്ന ചില ക്ഷതങ്ങൾ അല്ലെ, എല്ലുപൊടിയിൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അസ്ഥിക്ക് വരുന്ന ചില പ്രശ്നങ്ങളാണ്, അതാണ് ഓസ്റ്റിയോപോറസിസ് എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, അതായത് നമ്മുടെ സെക്ഷൽ ഡിസോർഡേഴ്സ് ആണ്. അതായത് നമ്മള് എന്താ പറയാ സെക്ഷൽ ആയിട്ട് ഓരോ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും അതിന്റെ ഗ്രന്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ചില ഡിസോർഡേഴ്സ് വരാറുണ്ട്. അതും ഇവിടെ ക്യൂർ ചെയ്യുന്നതാണ്. തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, ട്രാൻസ്ജെൻഡർ, ഒരു ജെൻഡറിൽ നിന്ന് മറ്റൊരു ജെൻഡറിലേക്ക് മാറുന്നതും ഇന്റർസെക്സിന് കൊടുക്കുന്ന മെഡിസിൻസും ഇതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ക്യൂർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും ഉണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഒരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയ കവർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഓർക്കുക, മെയിൻ ആയിട്ട് എൻഡോക്രൈൻ സിസ്റ്റത്തെ ബാധിക്കുന്ന ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ എൻഡോക്രൈൻ സിസ്റ്റം എന്താ പറയുക കൺസിസ്റ്റ് ചെയ്യുന്നത് പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ആൻഡ് അഡ്രിനൽ ഗ്ലാൻഡുകൾ, ഓവറീസ്, ടെസ്റ്റിസ്, ഇതൊക്കെയാണ്. ഇനി ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡുകളും ഇതിനകത്ത് ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓൾസോ ഇത് ക്ലോസ്ലി വർക്ക്സ് വിത്ത്, അത് ഏതുമായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒഫ്താൽമോളജി, ഒബ്സ്റ്റട്രിക്സ്, സർജറി ഒബ്സ്റ്റട്രിക്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ റേഡിയേഷൻ ഓങ്കോളജി, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻസ്. കൂടാതെ മറ്റ് സേവനങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഡയബറ്റീസ് പ്രോബ്ലംസ്, ന്യൂട്രീഷൻ പ്രോബ്ലംസ്, ഓസ്റ്റിയോപോറസിസ്, അതായത് കാൽഷ്യം ഡിസോർഡേഴ്സ്, പിറ്റ്യൂട്ടറി ആൻഡ് ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, then thyroid disorders, transplantation, transgender, intersex medicine also are cured or connected with this endocrinology departments. കിട്ടിയോ, മനസ്സിലായോ എന്താന്ന്?
എൻഡോക്രൈനോളജിയിൽ ഓർത്തിരിക്കേണ്ടത് ഏതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടണമെന്ന് ഓർക്കുക. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്തൊക്കെ പെടുന്നു എന്ന് ഓർക്കുക. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക, പഠിക്കുക. പിന്നെ എന്തൊക്കെ മൾട്ടി ഡിസിപ്ലിനറി സർവീസസ് ആണ് അല്ലെങ്കിൽ അപ്രോച്ച് ആണ് ഈ ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഓർക്കുക. 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഗോഡ് ക്ലിയർ ആണോ? 3, 4, 5 പ്രാവശ്യമൊക്കെ പറഞ്ഞ കാര്യമാണ്. വീണ്ടും ഓക്കെ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുകയാണ്. ജെറിയാട്രിക്സ് ആണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. ജെറിയാട്രിക്സ് ആണ്. വാട്ട് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ? എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്? കുഞ്ഞു ഷോർട്ട് നോട്ടൊക്കെ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സിൻസ് ഐ ഹാവ് നോ ടൈം ടു വേസ്റ്റ്, നമുക്ക് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ജെറിയാട്രിക്സ് എന്ത് ഡിപ്പാർട്ട്മെന്റ്, അതെ, എൽഡർലി പീപ്പിളിന് വരുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ജെറിയാട്രിക്സ് എന്ന് വിളിക്കുക. ടു പ്രൊവൈഡ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ to elderly people, those who are suffering from varieties of illness or diseases. ഒരുപാട് വയസ്സാകുമ്പോൾ നമുക്ക് പ്രായാധിക്യം കൊണ്ട് നമുക്ക് പല രോഗങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പൊ അത്തരം ഒരുപാട് രോഗങ്ങൾക്ക് എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് അത്തരം വിഭാഗക്കാർക്ക് മാത്രം സ്പെഷ്യലി കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് ക്വാളിറ്റി പേഷ്യന്റ് കെയർ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ജെറിയാട്രിക്സ് എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് ദേ സഫർ ഫ്രം, അവർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് വരാൻ സാധ്യതകളുള്ള രോഗങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തു പറയുന്നത്. സ്ട്രോക്ക് ഉണ്ട്, ഗ്യാസ്ട്രോഎൻട്രോളജി, ഡയബറ്റീസ്, ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്, സിൻകോപ്പ് ആൻഡ് ഓൾസോ ബോൺ ഡിസോസ്. അതൊക്കെയാണ് പ്രധാനമായിട്ട് വരുമ്പോൾ, അതായത് ഇത്തരം പ്രായം കൂടുമ്പോൾ എന്ന് പറയണ്ട, നമ്മളൊക്കെ പ്രായം ചെല്ലാനുള്ളവരാണ്. അപ്പൊ ഒരു പ്രായം കൂടുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ തൊട്ട് മുന്നിൽ പറഞ്ഞു, ദ ബോഡി ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് ലൈക്ക് എ മെഷീൻ. ഒരു മെഷീനാണ്, അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മെഷീൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ, കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ലൈഫ് ഇത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യും. ഒരു 5 വർഷം ഉപയോഗിക്കാം അല്ലെങ്കിൽ 10 വർഷം ഉപയോഗിക്കാം, അക്കോർഡിംഗ് ടു ദ പ്രൈസ് ഓൾസോ, അല്ലെ? അതിന്റെ പ്രൈസും ക്വാളിറ്റിയും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഏകദേശം അതിന് ഒരു ഇത്ര വർഷം അതിന് നമുക്ക് നല്ല രീതിയിൽ അതിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിക്കാം നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അല്ലെ? നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു മെഷീന് ആ ഒരു സമയം വരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറെ കഴിയുമ്പോൾ അതിന് എന്ത് ചെയ്യും, അത് ഉപയോഗിച്ച് അതിന് കേടുപാടുകൾ വരും, അതിന്റെ ഇന്നർ പാർട്സിനൊക്കെ ചിലപ്പോൾ തേയ്മാനങ്ങൾ വരും, അല്ലെ? ഡിപ്രീസിയേറ്റഡ് ആകും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമ്മൾ കുറെ കൂടിയൊക്കെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ട് അത് ഉപയോഗിക്കും. ആഫ്റ്റർ ദാറ്റ് എന്നാൽ മാക്സിമം ഇനി കഴിഞ്ഞു, ഇനി അധികം ഒന്നും കിട്ടാനില്ല, അത് ഇനി മാറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുക, മാറ്റിയിട്ട് അവിടെ ഇടും. മനുഷ്യന്റെ അവസ്ഥയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ. എന്താ, മനുഷ്യന്റെ ഒരു ശരീരം എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. അതിനകത്ത് ഒരുപാട് കുഞ്ഞു പാർട്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ലിങ്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്ത് ആവുമ്പോഴാണത് എന്താ പറയാ, അത് നല്ല രീതിയിൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ഓരോ കാര്യവും ഓരോ പ്രവൃത്തി ബുദ്ധിപരമായി ചെയ്യേണ്ടതാകാം, ഫിസിക്കലായിട്ട് ചെയ്യേണ്ടതാകാം, അല്ലെ? എല്ലാം നമുക്ക് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണം. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അസുഖം ബാധിച്ചാൽ ആ മെഷീൻ നന്നായി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓർക്കുക, കോമൺ ആയിട്ട് വരുന്ന ഒരു ഡിസീസാണ് തലവേദന. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഫുള്ളി ഹെൽത്തി ആണ് എങ്കിൽ വേറൊരു പ്രശ്നമില്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് ഓക്കെയാണ്, ഹാപ്പി ആയിട്ട് നമ്മൾ ഇപ്പൊ ക്ലാസ് എടുക്കുകയാണ് കൃത്യമായിട്ട് പറഞ്ഞത്. അതേസമയം നമുക്ക് ഭയങ്കര ഒരു തലവേദന, ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എഴുന്നേറ്റപ്പോ തുടങ്ങി ഭയങ്കര തലവേദന, ഇത്രയും എന്താ പറയാ എനർജറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ അത്രയും ഒരു എന്താ പറയാ എഫിഷ്യൻസിയോടെയോ ഒരു ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം അതവരുടെ ആ ഉള്ളിൽ ആ മെഷീന് എന്തോ കേടുപാട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത്. അത് എല്ലാവർക്കും വരുന്നതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു അസ്വസ്ഥത നമ്മളിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അത് മനുഷ്യന്റെ ബോഡി എന്ന് പറഞ്ഞൊരു മെഷീൻ അല്ലേ, അതിന് കുറെ ഉപയോഗിച്ച് ഇങ്ങനെ റൺ ചെയ്ത് 10, 70, 80 വയസ്സ് വരെയൊക്കെ നമ്മൾ അങ്ങനെ കൊണ്ടു നടന്നു. അതിന്റെ ഇന്റേണൽ പാർട്സിലൊക്കെ പല തേയ്മാനങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പല അസുഖങ്ങളാണ് ഓൾഡ് ഏജ് ഇൽനെസ്സുകൾ, ഡിസീസസ്. അപ്പൊ അതൊക്കെ ക്യൂർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ്. സാധാരണ വരുന്ന അത്തരം ആ ഒരു റേഞ്ചിലുള്ള ആളുകൾക്ക് വരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അതായത് സ്റ്റൊമക് അബ്ഡോമിനൽ പ്രോബ്ലംസ് ആണ്, ഡയബറ്റീസ്, ഷുഗർ, അതായത് ബ്ലഡില് ഷുഗർ കണ്ടന്റ് കൂടുന്ന അവസ്ഥ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം ഒരു ആവറേജ് അളവിൽ നമ്മുടെ ശരീരത്തിൽ വേണം. അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ ഡയബറ്റീസ് വരിക, ഷുഗർ പേഷ്യന്റ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലും ഷുഗറിന്റെ കണ്ടന്റ് വേണമല്ലോ, ആവശ്യത്തിന് വേണം ഇതൊക്കെ. ഇപ്പൊ നമ്മള് ചായ കുടിക്കുക അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ നമ്മൾ ചോറ് തിന്നുക, ചോറിനകത്തൊക്കെ ഷുഗർ കണ്ടന്റ് ഉണ്ടെന്നാണ്.
പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഈ കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമല്ലോ, അതിൽ നിന്നൊക്കെ ഒത്തിരി ഷുഗർ കണ്ടന്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നുണ്ട്. നമ്മൾ ഒരു പ്രത്യേക ഏജ് വരെ നമ്മുടെ ശരീരത്തിൽ ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ഷുഗറിനെ എരിയിച്ച് കളയാൻ, ബേൺ ചെയ്ത് കളയാനുള്ള എന്താ പറയാ നമ്മളുടെ ബോഡിയിൽ ഇൻസുലിൻ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ആ ഇൻസുലിൻ അതിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് എരിയിച്ച് കളഞ്ഞോളും. പക്ഷെ പ്രായം അങ്ങോട്ട് കൂടി വരുമ്പോ നമ്മൾ ഇതിന്റെയൊക്കെ എടുക്കുന്ന ഇൻടേക്കിന്റെ അളവ് കുറയ്ക്കണം. ഷുഗർ, ചായ കുടിക്കുന്നത് കുറയ്ക്കണം. ചായ കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് പഞ്ചസാര ഇടുന്ന അളവ് കുറയ്ക്കണം. ചോറൊക്കെ 3-4 നേരമൊക്കെ കഴിക്കുന്നവർ അതൊക്കെ അവോയ്ഡ് ചെയ്യണം, കുറച്ച് കുറയ്ക്കണം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഇതൊക്കെ വന്ന് ഇവിടെ അടിഞ്ഞുകൂടും. പക്ഷെ നമ്മുടെ ഇൻസുലിൻ പണ്ടത്തെ മാതിരി പ്രൊഡ്യൂസ് ചെയ്യപ്പെടില്ല, ഇൻസുലിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ദാറ്റ് അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും, ഈ ഷുഗറിനെ എരിയിച്ച് കളയാൻ, ബേൺ ചെയ്ത് കളയാനായിട്ട് പറ്റുന്നില്ല. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ അത്ര കണ്ട് അളവിലില്ല, ഷുഗറിലില്ല. സോ ദാറ്റ് എന്ത് പറ്റും, അത് അവിടെ കിടന്ന് ബിൽഡപ്പ് ചെയ്യും. ആൻഡ് വി ബിക്കംസ് എ ഷുഗർ പേഷ്യന്റ്. നമ്മൾ ഡയബറ്റിക്സ് ആകും അല്ലെ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, കൂടിയ നമ്മൾ പുറത്തുനിന്ന് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ, അല്ലെ, അതിനെ തടയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഒക്കെ വരുന്നത് പ്രായാധിക്യം കൊണ്ടാണ്. അപ്പൊ പ്രായം മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പല സാധനങ്ങളും താഴേക്ക് കുറയ്ക്കണം, അല്ലെ, ഡിക്രീസ് ചെയ്യണമെന്നാണ്. അതാണ്. പിന്നെ ലോക്കോമോട്ടോസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെന്റ്, മൊബിലിറ്റി ഫങ്ഷൻസ് ഒക്കെ കുറച്ച് കുറയും. നമുക്ക് മൂവ് ചെയ്യാനുള്ള, പണ്ട് ഓടി മരത്തിൽ കയറിയിരുന്നു, ഇപ്പൊ കയറാൻ പറ്റുന്നില്ല. പണ്ട് ഇത്തിരി സ്പീഡിൽ നടന്നിരുന്നു, ഇപ്പൊ നടക്കുന്നത് 2 അടി ഇറങ്ങുമ്പോ അണയ്ക്കുന്നു. അതൊക്കെ പ്രായാധിക്യം കൊണ്ടാണ്. അതൊക്കെ ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്. എന്താ വാക്കിംഗ് പ്രശ്നങ്ങള്, ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഓടാൻ പറ്റുന്നില്ല, കൈയും കാലൊക്കെ പൊക്കാൻ പറ്റുന്നില്ല. നേരത്തെ കൈ ഒത്തിരി പൊക്കിയിരുന്നു, ഇപ്പൊ കൈ അത്രയും പൊക്കാൻ പറ്റുന്നില്ല, മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല, കാലൊക്കെ പടിപടിയൊക്കെ കയറാൻ, ചവിട്ടുപടിയൊക്കെ കയറാനായിട്ട്, സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ട്. ഇതൊക്കെ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്നതാ. അടുത്തത് എന്താ, സിൻകോപ്പ് ആണ്. സിൻകോപ്പ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫെയിന്റിംഗ് ആണ്, ഒരു തരം തലച്ചുറ്റലാണ്. ഈ തലച്ചുറ്റിൽ വരുന്നതിന്റെ എന്താ പറയാ, നമ്മളുടെ ഓക്സിജൻ ഇല്ലേ ബ്രെയിനിലേക്ക് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാത്ത, അല്ലെങ്കിൽ പമ്പ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ്. ലോ പ്രഷർ ഒക്കെ വരുമ്പോ ആവശ്യത്തിന് എന്താ പറയാ ഓക്സിജൻ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നില്ല. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു തലച്ചുറ്റലിനെയാണ് നമ്മൾ സിൻകോപ്പ് എന്ന് വിളിക്കുക. പിന്നെ ബോൺ ഡിസോർഡേഴ്സ്, എല്ലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അസ്ഥി പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ ജെറിയാട്രിക്സ് വിഭാഗത്തിലാണ് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഓർത്തിരിക്കുക, ഓൾഡ് ഏജ് പീപ്പിളുടെ അല്ലെങ്കിൽ ഓൾഡ് പീപ്പിളുടെ, എൽഡർലി പീപ്പിളിന് ഉണ്ടാകാവുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ഇൽനെസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്നും. ആൻഡ് വാട്ട് ഓൾ ഇൽനെസ്സുകളാണ് ഇവരിൽ നിന്ന് ഇവർക്ക് ഉണ്ടാകുന്നത്, ഇവർ സഫർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി, ബോൺ ഡിസോർഡേഴ്സ്, ഡയബറ്റീസ്, ലോക്കോമോട്ടോസ് പ്രോബ്ലംസ് ആൻഡ് സിൻകോപ്പ് എന്ന് ഓർക്കുക. ഇനി ഓൾസോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് മറ്റ് നേരത്തെ നമ്മൾ ഒഫ്താൽമോളജി ആയിട്ട് എൻഡോക്രൈനോളജിക്ക് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റ് 2 സേവനങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ മൊബൈൽ തെറാപ്പി യൂണിറ്റും മറ്റൊന്ന് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളും. അതായത് ഇപ്പൊ ചില ഹോസ്പിറ്റൽസിലേക്ക് ഇവര് തന്നെ സജസ്റ്റ് ചെയ്തിട്ട് ചില എന്താ പറയാ രോഗികൾ, ബെഡ് റിഡൻ ആയവര് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വയസ്സായി, ഇനി ഒരു ലൈഫിലേക്ക് അവർ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് 1% പോലും പോസിബിലിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യമൊക്കെ വരുമല്ലോ, ബെഡ് റിഡൻ ആയി പോവുക. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ അപ്പൊ എന്ത് ചെയ്യും, ചിലപ്പോ ഹോസ്പിറ്റലിൽ കടത്തി എപ്പോഴും അസുഖങ്ങളാണ്, അവിടെ കൊണ്ടുപോയി ചികിത്സിച്ചു. പിന്നെ നമ്മളുടെ കയ്യിൽ ഇനി വേറെ ഒന്നുമില്ല, ട്രീറ്റ്മെന്റുകളൊന്നും പ്രൊവൈഡ് ചെയ്യാനില്ല. ബിക്കോസ് അവരത്രയും അവരുടെ ഓൾഡ് ഏജ് കൊണ്ട് മാത്രമല്ല, ഇനിയൊന്നും അങ്ങോട്ടേക്ക് ശരീരത്തിലേക്ക് ചെന്നിട്ട് അതൊന്നും എന്താ പറയാ റിയാക്ട് ചെയ്യുന്നില്ല, എങ്കിൽ മെഡിസിൻസിനോട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാം നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. അത്ര അവരുടെ ആ ഒരു ജീവൻ മാത്രം അവിടെ അവശേഷിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോ ചിലർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടില് അതിനുള്ള സജ്ജീകരണങ്ങളില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചില എന്താ പറയാ സർവീസസ് എന്ന രീതിയിൽ തന്നെ ഇത്തരം ഡിപ്പാർട്ട്മെന്റുകൾ, ചില യൂണിറ്റുകൾ കൂടി ഇന്ന് പല ഹോസ്പിറ്റൽസിലുണ്ട്. ഒന്ന് പാലിയേറ്റീവ് കെയർ ആണ്, ഇതെല്ലാം സജ്ജീകരിച്ച് ഇപ്പൊ വാട്ടർ ബ്രെഡ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇവരെ അധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഒരു യൂണിറ്റ് പോലെ ഇത്തരം ആളുകളെയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആരും പോലും ഇല്ലാഞ്ഞിട്ട് മാത്രമല്ല കേട്ടോ, ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇവർക്ക് ഇത്തരം ആളുകൾക്ക് എന്തൊക്കെ ചികിത്സകൾ വേണം, അപ്പൊ അവരെ ശുശ്രൂഷിക്കാനും മറ്റുമൊക്കെ വീടുകളിലൊക്കെ ആരും ഇല്ലാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇത്തരം സർവീസസ് പ്രൊവൈഡ് ചെയ്ത് എന്ത് ചെയ്യാം, അത്തരം ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, അത്തരം യൂണിറ്റുകളിലേക്ക് മാറ്റുന്നുണ്ട്. അത് ജെറിയാട്രിക്സ് വിഭാഗത്തിൽ നിന്നാണ് കൊണ്ടുപോകണേ. കാരണം എന്താ, ഇവിടെയാണ് വയസ്സായ ആളുകൾക്കുള്ള ചികിത്സ ഉള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെന്താ, മൊബൈൽ തെറാപ്പി യൂണിറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ വീടുകളിലേക്ക് കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്തൊക്കെ കൊണ്ടുപോയി, പക്ഷെ അവിടെ ചെല്ലുമ്പോ എന്താ പറയാ, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പാരലൈസ്ഡ് ആയി പോകുന്ന രോഗികള്,
ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ ഇവർക്ക് അവിടുത്തെ ആ മസിൽസിനൊക്കെ ഒരു ബലോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി ഹീറ്റിംഗ് ഒക്കെ കൊടുത്ത് തെറാപ്പി ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ തെറാപ്പി യൂണിറ്റ്സും ഈ ഒരു ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു സർവീസ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വീടുകളിൽ ചെന്ന് അവർക്ക് തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, അപ്പൊ ഇതും എന്താ പറയാ നമ്മുടെ ജെറിയാട്രിക്സിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഓർക്കുക, നമ്മളുടെ മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ് ആൻഡ് പാലിയേറ്റീവ് കെയർ ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരം സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറക്കണ്ട. ക്ലിയർ? മനസ്സിലായോ എന്താണ് ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന്? മനസ്സിലായോ? ഇല്ല, കുട്ടികൾ നിൽക്കില്ലല്ലോ. ഓക്കെ, മനസ്സിലായി. യെസ്, അടുത്തത് ജനറൽ മെഡിസിൻ ആണ്. അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ജനറൽ മെഡിസിൻ. അപ്പൊ എന്താണ് ഈ ജനറൽ മെഡിസിൻ? ഓർ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഇന്റേണൽ മെഡിസിൻ എന്നും അതിന് പേരുണ്ട്. അപ്പൊ ഇന്റേണൽ മെഡിസിൻ എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ സ്പെഷ്യലി ഫോർ ദ പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഫോർ അഡൽട്ട് ഡിസീസസ്. അഡൽട്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് എൽഡർലി പീപ്പിളിനാണ്, അത് ഇച്ചിരി പ്രായം ചെന്നവർക്കാണ്, പ്രായം കൂടിയവർക്കാണ്. ഇവിടെ അഡൽട്സിനാണ്, പ്രായപൂർത്തിയായവരാണ്. ദാറ്റ് മീൻസ് അബൌട്ട് ദ ഏജ് ഓഫ് 18 ആൻഡ് അബവ് ഏജസിൽ ഉള്ള ആളുകൾക്ക് വരുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഒരുപാട് രോഗങ്ങൾ, വെറൈറ്റീസ് ഓഫ് രോഗങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ അത്തരം മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ ഇന്റേണൽ മെഡിസിൻ എന്നാണ് വിളിക്കുക. And this department, and this will be handled by general practitioner or GP, who is a physician, not specialized in any particular area of medicine. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ആരായിരിക്കും? ജനറൽ പ്രാക്ടീഷണർ എന്നാണ് അവർ വിളിക്കുക. GP എന്നതിനെ ഷോർട്ട് ചെയ്ത് വിളിക്കാം. അവരൊരു ഫിസിഷ്യൻ ആണ്. ഹി ഓർ മേ ബി ഷീ, ആരാണ് അവൻ പെണ്ണാരായിക്കോട്ടെ, ഒരു ജനറൽ പ്രാക്ടീഷണർ ആയിരിക്കും. അവർക്ക് പ്രത്യേകമായിട്ട് അവർ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു മെഡിസിൻ മേഖല എടുത്തു പഠിച്ചവരല്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചവരല്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഫിസിഷ്യൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ GP ജനറൽ പ്രാക്ടീഷണർ എന്ന് വിളിക്കാം. ഓക്കെ, ബിക്കോസ് അതെന്താ, ഇപ്പൊ നോക്കിയേ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിച്ച് എന്താ പറയാ അതിൽ ഡോക്ടറേറ്റ് നേടിയ ആളുകളെ നമ്മൾ എന്ത് വിളിക്കും? ഹാർട്ടിനെ കുറിച്ച് മാത്രം പഠിച്ച് അതിൽ വൈദഗ്ധ്യം നേടിയ ഡോക്ടറേറ്റ് എടുത്തവരെ നമ്മൾ എന്ത് വിളിക്കും? ഒന്നും വിളിക്കില്ല. കാർഡിയോളജിസ്റ്റ് എന്ന് വിളിക്കും. വെരി ഗുഡ് അനു. അപ്പൊ കാർഡിയോളജിസ്റ്റ് എന്ന് വിളിക്കും. ഇടയ്ക്ക് റിപ്ലൈ അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്തോ, കുഴപ്പമില്ല. നമ്മളുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു രീതി അഡോപ്റ്റ് ചെയ്തു. കാരണം എല്ലാവരുടെയും മ്യൂട്ട് കൊടുത്തിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രിഫറൻസ് അല്ല, ഫ്രം ദ പാർട്ട് ഓഫ് വ്യൂ. അതായത് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകളാക്കി ആക്കിയത്. അപ്പോൾ യു ഹാവ് ടു ആൻസർ. എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യണം, പക്ഷെ അത് ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, അപ്പൊ GP എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ അത്തരം ഡോക്ടേഴ്സ് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് എടുത്തു പഠിച്ചിട്ടില്ല. ഇപ്പൊ കണ്ണിന്റെ ഡിസോർഡേഴ്സ്, സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട, കാഴ്ചയുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ നോക്കിയപ്പായിട്ട് മനസ്സിലാക്കി പഠിച്ച് അതിൽ ഡോക്ടറേറ്റ് എടുത്തവരെ നമ്മൾ ഒഫ്താൽമോളജിസ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ അതൊക്കെ സ്പെഷ്യലൈസ്ഡ് ഏരിയ കവർ ചെയ്ത ആൾക്കാരാണ്. ഇവര് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ അല്ല. അഡൽറ്റിന് വരുന്ന സാധാരണഗതിയിലുള്ള ഏതെങ്കിലും രോഗങ്ങൾക്ക് എല്ലാം മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ GPയുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി. അപ്പോ ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ ഇന്റേണൽ മെഡിസിൻ അഡൽറ്റ് ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓൾസോ ഇവർ ഇത് കൂടാതെ ഇവർ എന്തൊക്കെയാ ചെയ്യാം? അതായത് മെഡിസിൻസ് കൊടുക്കുക മാത്രമല്ല, റൂട്ടീൻ ഹെൽത്ത് കെയർ, നമ്മുടെ സാധാരണയായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ ഹെൽത്ത് കെയർ ഒക്കെ ചെക്ക് ചെയ്യുന്നു. നമ്മളെ ഫിസിക്കൽ എക്സാമിനേഷൻ, ശാരീരികമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നു. ഇമ്മ്യൂണൈസേഷൻസ്, കുത്തിവയ്പ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ അസസ് ആൻഡ് ട്രീറ്റ് മെനി ഡിസീസസ് ഓർ ഇൽനെസ് ഓർ ഇഞ്ചുറീസ്. നമുക്കുണ്ടാകുന്ന പല രോഗങ്ങള്, മുറിവുകള്, അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ അസസ് ചെയ്യുക, അതിന് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ചെയ്യാം. ഇനി ഇതില് ഈ ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ജനറൽ പ്രാക്ടീഷണറുടെ ഒരു ക്വാളിഫിക്കേഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. MBBS വിത്ത് MD ആണ്. ദാറ്റ് മീൻസ് ദർ വിൽ ബി നോ സ്പെഷ്യലൈസേഷൻ. ഇത്തരം ഈ MBBS വിത്ത് MD കൂടെ എന്താ പറയാ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു കഷ്ണം കൂടി വരുമ്പോൾ, ഒരു ഫ്രൈസ് കൂടി വരുമ്പോഴാണ് അവർ ഏതെങ്കിലും പർട്ടിക്കുലർ മേഖലയിൽ എന്ത് ചെയ്യുന്നത്, സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് ആണെന്ന് ഒരു പേരുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ സ്പെഷ്യലൈസേഷൻ അവിടെ അവരുടെ ആ MBBS വിത്ത് MDയുടെ കൂടെ തന്നെ കിടക്കുന്നുണ്ടാകും. മനസ്സിലായി? അല്ലാതെ ഉണ്ടെങ്കിൽ MBBS വിത്ത് MD മാത്രം ഉള്ളെങ്കിൽ he or she may be a physician or general practitioner ആയിരിക്കും. അതുകൊണ്ടാണ് അവർ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ എടുത്ത് പഠിച്ചിട്ടില്ല.
അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് ജനറൽ മെഡിസിൻ. അതിനെ കുറിച്ചിട്ടുള്ള ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അതാണ്. ഇന്റേണൽ മെഡിസിൻ എന്നും അതിന് പേരുണ്ട്. അഡൽറ്റിന് ഉണ്ടാകുന്ന രോഗങ്ങൾ ഡയഗ്നോസിസ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത. ജനറൽ പ്രാക്ടീഷണർ ആണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണറിനോ GP ഫിസിഷ്യൻ എന്ന് വിളിക്കാം. ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ അവര് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. റുട്ടീൻ ഹെൽത്ത് കെയർ, ഫിസിക്കൽ എക്സാമിനേഷൻ, ഇമ്മ്യൂണൈസേഷൻസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. MBBS വിത്ത് MD ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഇവരുടെ. ക്ലിയർ ആണോ? Moving to the next department, gastroenterology ആണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് gastroenterology. Gastro എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാകും ഇറ്റ് റിലേറ്റ്സ് വിത്ത് ദ അബ്ഡോമിനൽ ഡിസീസസ്. അബ്ഡോമിനൽ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് ആ പേര് കേട്ടാൽ തന്നെ ക്ലിയർ ആകും. ബിക്കോസ് ഗ്യാസ് അല്ലെ, അത് കേൾക്കുമ്പോൾ തന്നെ സ്റ്റൊമക് റിലേറ്റഡ്, അബ്ഡോമിനൽ മീൻസ് സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് രോഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വയറിന് ഒരു പല രോഗങ്ങൾക്കും എന്താ പറയാ, നമ്മളുടെ വയറിനകത്തുള്ള ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ് കൊണ്ടുണ്ടാകുന്ന പല രോഗങ്ങളും നമുക്ക് ബാക്കി ശരീരഭാഗങ്ങളിലേക്ക് റിഫ്ലക്ട് ചെയ്യും. ചിലപ്പോ ചിലർക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര തലവേദന, കുറച്ച് നേരം കഴിയുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ അതങ്ങനെ മാറും. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് പല പല കാരണങ്ങൾ. ഇപ്പൊ വയറിനകത്തുള്ള ഡിസോർഡേഴ്സ് പല രോഗങ്ങളുടെയും അടയാളം സിംറ്റമായിട്ടൊക്കെ പുറത്തേക്ക് വരാറുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള അബ്ഡോമിനൽ ട്രീറ്റ്മെന്റുകൾക്ക് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് gastroenterology എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഡിസീസസ് വിച്ച് അഫക്ട് അവർ esophagus, stomach, small intestine, large intestine or colon, liver, pancreas, gallbladder, colon and rectum. ഇവയൊക്കെ ബാധിക്കുന്ന, ഇതും നമ്മുടെ വയറിനകത്തുള്ള, നേരത്തെ ഞാൻ തൊട്ടുമുകളിൽ ഒരു പാൻക്രിയാസും ഹൈപ്പോതലാമസും ഒക്കെ പറഞ്ഞില്ലേ, നമ്മുടെ പുറമേ കാണുന്ന ബോഡി പാർട്സ് അല്ലാതെ ഇന്റേണൽ ഓർഗൻസ് ഒരുപാടുണ്ട്. ഒരുപാട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് ഇന്റേണൽ ആന്തരിക അവയവങ്ങൾ നമുക്കുണ്ട്. അത്തരം ആന്തരിക അവയവങ്ങൾ, വയറിനകത്ത് വരുന്ന ആന്തരിക അവയവമാണ് ഈസോഫാഗസ്. നമ്മുടെ വയറ് സ്റ്റൊമക്. ഈസോഫാഗസ് എന്താ? ഇറ്റ്സ് എ ലോങ് ട്യൂബ് വിച്ച് ക്യാരീസ് ഫുഡ് ഫ്രം അവർ ത്രോട്ട് ടു സ്റ്റൊമക്. അല്ലെ, നമ്മുടെ തൊണ്ടയെന്ന് വയറിലേക്ക് ഭക്ഷണം നമ്മൾ കഴിക്കില്ലേ, നമ്മൾ ചൂ ചെയ്ത് കഴിക്കും, ചവച്ചരച്ച് കഴിക്കും. അതൊരു വേറെ കൺസിസ്റ്റൻസിയിലായിട്ട് മാറി നമ്മുടെ തൊണ്ടയിൽ കൂടി ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ ചൂ ചെയ്യും. അല്ലെ, വിഴുങ്ങില്ലല്ലോ. അപ്പൊ അങ്ങനെ എടുത്ത് നമ്മളത് നമ്മുടെ വയറിലുള്ള സലൈവ മിക്സ് ചെയ്ത് അതൊരു വേറെ കൺസിസ്റ്റൻസിയിലായി മാറി അത് നമ്മുടെ തൊണ്ടയിൽ കൂടി ഇറങ്ങി വയറിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ കടന്നു പോകാൻ ഒരു പാത്ത് വേ വേണം, അല്ലെ, ഒരു വഴി വേണ്ടേ പോകാനായിട്ട്. ആ വഴിയാണ് നമ്മൾ ഈസോഫാഗസ് വിളിക്കുക. പിന്നെ നമ്മുടെ സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, എന്താ ചെറുകുടൽ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, കോളൻ എന്നും അതിന് പേര് പറയാം, വൻകുടൽ, ലിവർ, പാൻക്രിയാസ് നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മുടെ ശരീരത്തില് കഴിക്കുന്ന ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലിവർ പാൻക്രിയാസിന്റെ ഒരു ഫംഗ്ഷൻ. ഗാൾ ബ്ലാഡർ, ഇറ്റ്സ് എ സാക്ക് വിച്ച് ഈസ് ലൊക്കേറ്റഡ് അണ്ടർ അവർ ലിവർ. നമ്മുടെ ലിവറിന്റെ തൊട്ട് താഴെ കാണുന്ന ഒരു സാക്ക്, ഒരു സഞ്ചി, സഞ്ചി എന്നൊക്കെ പറയും. അതാണ് മലയാളം അങ്ങനെയാണെന്ന് തോന്നുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഗാൾ ബ്ലാഡർ എന്ന് വിളിക്കുക. പിന്നെ കോളൻ ആൻഡ് റെക്ടം. ഈ കോളൻ നേരത്തെ പറഞ്ഞത് ലാർജ് ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈനും അതിന്റെ അറ്റത്തെ ഭാഗം എൻഡ് പാർട്ട്, അതിനെയാണ് റെക്ടം എന്ന് വിളിക്കുക. വൻകുടലിന്റെ അറ്റത്ത് ഒരു ചെറിയ ഭാഗമുണ്ട്, അതിനെയാണ് നമ്മൾ റെക്ടം എന്നാണ് പേര് കേട്ടാ. RECTUM. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വയറിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. വയർ ഓപ്പറേഷൻ ചെയ്തിട്ടാണോ? പണ്ടൊക്കെ അങ്ങനെയായിരിക്കും ചെയ്തിരുന്നിരിക്കുക. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഒത്തിരി ടെക്നോളജീസ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഡിസീസസ് മനസ്സിലാക്കാനായിട്ട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഇന്ന് പല ആന്തരിക അവയവങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നത്. അല്ലാണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട. പണ്ടൊക്കെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പൊ തന്നെ ഹാർട്ട് ഓപ്പറേഷൻ ആണ്, ഇങ്ങനെ തുറന്ന് പുലർത്തി വെച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് പഠിക്കണം. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ആ പ്രശ്നങ്ങൾ അത് തുറന്നു നോക്കിയാലേ മനസ്സിലാവുള്ളായിരുന്നു. പക്ഷെ ഇന്ന് മോഡേൺ ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തു. ഇന്ന് നമുക്ക് ഏറ്റവും ഉള്ളിലുള്ള ശരീരത്തിന്റെ ഓർഗൻസ് ഏത് ഉള്ളിലുള്ള എത്ര ഉള്ളിലുള്ളതാണെങ്കിലും വളരെ ചെറിയ ഒരു എന്താ പറയാ ചെറിയ ക്യാമറാസ് ഒക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ എന്താ പറയാ നമ്മുടെ ഡോക്ടേഴ്സിന് സ്പെഷ്യലൈസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്യാമറാസ് ഫിക്സ് ചെയ്ത എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ശരീരത്തിനകത്തേക്ക് പാസ് ചെയ്ത് അവർക്ക് അതിന്റെ ആ എന്താ പറയാ വീഡിയോയോ
അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും രീതിയിലോ അവർ മോണിറ്ററിൽ അതൊക്കെ കണ്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ വയറിനകത്തുള്ള ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്, അല്ലെ? എൻഡോസ്കോപ്പി. ആൻഡ് ദിസ് എൻഡോസ്കോപ്പി വിൽ ബി പെർഫോംഡ് ബൈ സ്പെഷ്യൽ നഴ്സസ് ഹു ആർ പോസ്റ്റഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ടു മേക്ക് ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു നമ്മുടെ ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റില് പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നഴ്സസ് സാധാരണ നഴ്സസ് ആയിരിക്കില്ല, സാധാരണ നഴ്സിംഗ് മാത്രം പഠിച്ചവരായിരിക്കില്ല, സ്പെഷ്യൽ നഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ആ വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ നഴ്സസിനെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുക. ബിക്കോസ് ഇവർക്ക് പല ഇൻവെസ്റ്റിഗേഷൻസും, അതായത് ഈ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ അതും റിലേറ്റഡ് ആയിട്ട് സ്വന്തമായിട്ട് അവർക്ക് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതനുസരിച്ചുള്ള റിസൾട്ട് അല്ലെങ്കിൽ റിപ്ലൈ ആണ് ആർക്ക് കൊടുക്കേണ്ടത്? നമ്മുടെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിന്, ഡോക്ടർക്ക് കൊടുക്കണ്ടേ. അപ്പൊ അത് അനുസരിച്ചിട്ട് മാത്രമേ ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഫർദർ എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ, ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റിഗേഷൻസ് സ്വയം നടത്തേണ്ടി വരും. ആര്? ഈ നഴ്സസ്. സാധാരണ നഴ്സസിനെ ചിലപ്പോൾ കൊണ്ടുപോയി അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അതിനെ കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടാകണം നിർബന്ധമില്ല. ബിക്കോസ് ദേ ആർ നോട്ട് കോൺസെൻട്രേറ്റഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. കാരണം അവർക്ക് ആ ഒരു ബോവലായിട്ട് മാത്രം വയറിനെ കുറിച്ച്, ആന്തരിക അവയവങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണകൾ ആയിട്ട് പഠിച്ചു വന്നവരല്ല അത്തരം നഴ്സസ്. അപ്പൊ ഇപ്പൊ സാധാരണ നഴ്സസ് ആണെങ്കിൽ അങ്ങനെ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യൽ നഴ്സസിനെ ആയിരിക്കും പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. കാരണം അവർക്ക് ഒരുപാട് ആന്തരികമായിട്ട് വയറിനകത്തുള്ള ഒരുപാട് എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി അതിന് എന്താ പറയാ റിസൾട്ട് സബ്മിറ്റ് ചെയ്യണം. അതനുസരിച്ചിട്ടായിരിക്കും ഡോക്ടേഴ്സിന് അവരുടെ ട്രീറ്റ്മെന്റ് ഫർദർ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതെന്ന് നോക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. കിട്ടിയോ? എന്താണ് ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഗ്യാസ്ട്രോഎൻട്രോളജി അതാണ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. ഒരു കുഞ്ഞു ഡിപ്പാർട്ട്മെന്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണത്? ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി എന്താ? ഇറ്റ്സ് എ ഡിപ്പാർട്ട്മെന്റ് which makes or deals with the diagnosis and management of problems of the patients who are suffering from the disorders of liver. കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. കരൾ സംബന്ധമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടല്ലോ, കരളിന് വീക്കം, കരളില് എന്താ പറയാ വെള്ളം കെട്ടി കിടക്കുക, ഒത്തിരി ഉണ്ട്, ലിവറോസിസ് അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അത് മാത്രം ഓർത്തിരിക്കുക. അത് എന്താ പറയാ ബോൾഡ് ആയിട്ടുള്ള ലെറ്റേഴ്സിൽ എഴുതിയില്ലാന്ന് മാത്രമേ ഉള്ളൂ. അതവിടെ ഉണ്ട്. പ്രിന്റ് ചെയ്തപ്പോ അങ്ങനെ വന്ന മിസ്റ്റേക്ക് ആണ്. ഹെപ്പറ്റോളജി ഓൺലി സെന്റൻസ് ഉള്ളൂ അവിടെ. ഡിസോർഡേഴ്സ് ഓഫ് ലിവർ, അതിന് വേണ്ടിയിട്ടുള്ള ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ആ രോഗം മാറ്റി കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി. ലിവർ ഡിസോർഡേഴ്സ് അതിനുള്ള അതിനകത്ത് പറയാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഹെപ്പറ്റോളജി മനസ്സിലായില്ലേ? ലിവർ ഡിസോർഡേഴ്സ്. ഓക്കെ, ആൻഡ് ഒരു നോട്ട് എടുത്തിട്ട് നമുക്ക് നോട്ട് ഇപ്പൊ പറഞ്ഞ അത്രയും ഭാഗത്ത് ഉണ്ടെങ്കിൽ എഴുതിയിട്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ പോകാം. ഗൈനക്കോളജി ആണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോബ്ലംസ് വിച്ച് അഫക്ട് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അല്ലെ, ഫീമെയിലിന്റെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ, അതായത് ഒരു സ്ത്രീകളുടേത് മാത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാം. അതിന് വേണ്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താ? പ്രത്യുൽപാദന വ്യവസ്ഥ. നമ്മൾക്ക് കുട്ടികളെ ജനിപ്പിക്കാനുള്ള കഴിവ് ഉള്ളത് സ്ത്രീകൾക്കാണ്. അപ്പോ അത്തരം ആ ഒരു ഇതിലേക്ക് വരുന്നതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരുപാട് യൂണിക് ചേഞ്ചസ് ആർ പെർഫോംഡ് ഇൻ അവർ ബോഡി, അല്ലെ? നമ്മുടെ ശരീരത്തിൽ തന്നെ അതിനു വേണ്ടിയിട്ട് അത്തരം പ്രാപ്തിയിലേക്ക് കൊണ്ടുവരാൻ, അത്തരം കേപ്പബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിന്റെ ഘടനയിലും അല്ലെ ഇന്റേണൽ ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസിലും ഉണ്ടാകാറുണ്ട്. സ്ത്രീകൾക്ക് മാത്രം അല്ലെ. ഒരു പെൺകുട്ടി ജനിച്ച് ഒരു പ്രായം ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ കുട്ടിയിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ. പെട്ടെന്ന് 15 വയസ്സൊക്കെ ആയിരുന്നു നമ്മുടെ. ദാറ്റ് മീൻസ് ഫ്രം ദ പീരീഡ് ഓഫ് സ്റ്റേജ് ഓഫ് മെനാർക്ക് അപ് ടു ദ സ്റ്റേജ് ഓഫ് മെനോപോസ് എന്നാണ് നമുക്ക് പറയാം. ദർ വിൽ ബി മെനി യൂണിക് ചേഞ്ചസ്. അതായത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരേപോലെയുള്ള മാറ്റങ്ങളല്ല, പലതരത്തിലുള്ള മാറ്റങ്ങളാണ്. യൂണിക് ആണ് എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള ചേഞ്ചസ് ആണ് സ്ത്രീകളുടെ ശരീരത്തിന്റെയും ശരീരഘടനയിലും. അതുപോലെ തന്നെ അതനുസരിച്ച് തന്നെ അത്തരം മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മെന്റൽ ഒരു ഡിസോർഡറും ചില ആളുകളിൽ വരാറുണ്ട്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, പെൺകുട്ടികള് സ്ത്രീകളും ഒക്കെ ഉണ്ട്.
അപ്പൊ അവർക്ക് ലൈഫ് എന്ന് പറയുന്നത് ഇത്തരം യൂണിക് ചേഞ്ചസിന് എന്താ പറയാ അതിന് വിധേയമായിട്ടുള്ള ആളുകളാണ്. അതെവിടുന്ന തുടങ്ങുന്നത് മെനാർക്ക് പീരീഡ് എന്ന് തുടങ്ങും. ദാറ്റ് മീൻസ് അറ്റ് ദ സ്റ്റാർട്ടിങ് ഏജ് ഓഫ് മെൻസ്ട്രുവേഷൻ, നമ്മുടെ മെൻസ്ട്രുവേഷൻ തുടങ്ങുന്ന ആ സമയം, പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏർലി സ്റ്റേജ് മുതൽ അവിടെ നിന്ന് തുടങ്ങി, അതാണ് മെനാർക്ക് എന്ന് പറഞ്ഞാൽ. അത് മെനോപോസ് പീരീഡ് വരെ, ഏതാണ് മെനോപോസ്, ആർത്തവ വിരാമം എന്ന് വിളിക്കും. ആ സമയം വരെ അതിന്റെ ഇടയിൽ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും ഒക്കെ കുട്ടികളില് പെൺകുട്ടി എന്ന് തുടങ്ങി നമുക്ക് വേണമെങ്കിൽ ഒരു അമ്മമാരൊക്കെ ആവുമല്ലോ, ആ സമയം ആകുമ്പോഴേക്കും നമുക്ക് ഫേസ് ചെയ്യേണ്ട ഒത്തിരി പ്രശ്നമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു എന്താ പറയാ സ്പെക്ട്രം ഓഫ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഗൈനക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇത്തരം മെനാർക്ക് പീരീഡ് നമ്മൾ ഈ പീരീഡ്സ് ഒക്കെ തുടങ്ങി ചില കുട്ടികളിൽ അത് റെഗുലർ ആയിട്ട് അത് മന്ത്ലി അങ്ങനെ കറക്റ്റ് ഡേറ്റിൽ തന്നെ വരും. 1-2 ദിവസമൊക്കെ മാറി വെച്ച് കുഴപ്പമില്ല. അതേസമയം ചിലരില് അത് വന്നു, അത് കഴിഞ്ഞ് പിന്നെ 1, 2, 3 മാസമൊന്നുമില്ല, അടുത്തത് കുറെ നാളുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി കണ്ടെത്തി മനസ്സിലാക്കി അതിനൊക്കെ ട്രീറ്റ്മെന്റുകൾ എടുക്കുക നല്ലത്. കാരണം ഇപ്പൊ നമ്മൾ എനിക്ക് അന്ന് ഉണ്ടായിട്ട് പിന്നെ ഉണ്ടായിട്ടില്ല, വലിയ ഹാപ്പി ആയിട്ട് നമുക്ക് കാര്യമില്ല. ബിക്കോസ് ഇറ്റ് മേ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്ട് അവർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ ഇത് പിൽക്കാലത്ത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കാൻ സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം ഇറഗുലാരിറ്റീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊക്കെ നേരത്തെ തന്നെ മുളയിലേന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറയില്ലേ, സൂചി കൊണ്ട് എടുക്കാന്ന് പറയും അല്ലെ. സൂചി കൊണ്ട് എടുക്കേണ്ടത് സൂചി കൊണ്ട് തന്നെ എടുക്കുക, അല്ലെങ്കിൽ അത് തുമ്മയ്ക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാതിരിക്കുക. അപ്പൊ അത്തരം കാര്യങ്ങൾ അതന്നെ PCODs ഒക്കെ വരുന്നതൊക്കെ ഇത്തരം ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് അതൊക്കെ നേരത്തെ കണ്ടെത്തി കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആക്കുക. നമ്മളല്ലാതെ അതില്ലാത്തത് കൊണ്ട് ആശ്വസിച്ചൊന്നും ഇരിക്കുന്നത്. വിമൻസ് ആ ഒരു ബോഡി എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് നമ്മളുടെ ആ ഒരു ബോഡിയിൽ ഉള്ളതാണ്. നമ്മൾ ഇൻബോൺ ഒരു സ്ത്രീയായിട്ട് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളതാണ്. അത് കിട്ടിയില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടും അതിന്റെ എന്താ പറയാ ആഫ്റ്റർ എഫക്റ്റും അനുഭവിക്കുന്നവരും ഒരുപാടുണ്ട് അത്തരം പ്രശ്നങ്ങൾക്ക്. ഓക്കെ, അതൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ വരണം. ഓക്കെ, അപ്പൊ അത്തരം അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താ പറയാ നമ്മുടെ ഗൈനക്കോളജി എന്ന് പറയുന്നത്. തൈറോയിഡും ഒക്കെ ആയിട്ട് ഇതിന്റെ റിലേഷൻ ഉണ്ട്. അപ്പൊ മെനോപോസ് വരെ ഇപ്പൊ ചൈൽഡ് ബർത്ത് അതിന്റെ ഇടയ്ക്ക് നടക്കുന്നു, കുട്ടി ഉണ്ടാകാനുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഈസ് കോൾഡ് കൺസെപ്ഷൻ പീരീഡ്. അതായത് കൺസെപ്ഷൻ സ്പേം ഫെർട്ടിലൈസേഷൻ പീരീഡ് ആണ്. എഗ്ഗൊക്കെ പാകമാകുന്ന ഒരു സമയം. അത് ഒരു എന്താ പറയാ ഒരു അടയാളമാണ്, സൈനാണ്. കുട്ടിക്ക് അത് പ്രഗ്നൻസിക്ക് സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമയമാണ്. ആ ഒരു പീരിയഡ്സിന്റെ തൊട്ടപ്പുറത്തെ സമയമാണല്ലോ അല്ലെ, ഇത്ര ദിവസത്തിനുള്ളിൽ അത് ഇനി പ്രഗ്നന്റ് ആകുന്നു. പിന്നെ ചൈൽഡ് ബർത്ത്, മെനോപോസ് അവസാനം up to the age of 50 ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഇതിന്റെ ഒരു ആ കാലഘട്ടം അവസാനിക്കുന്നു, ആ ഡ്യൂറേഷൻ. ഇതൊക്കെ നമുക്ക് പല പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. അപ്പൊ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കൂട്ടി നമുക്ക് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഓൾസോ ഇറ്റ് ഫോക്കസ് ഓൺ മെയിൻലി 3 areas. ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് 3 ഏരിയയിലാണ്. 1 ഗൈനക്കോളജി, 2 ഒബ്സ്റ്റട്രിക്സ്, 3 ഇൻഫെർട്ടിലിറ്റി. ഓക്കെ, എന്തൊക്കെയാണ് ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി. എന്താ ഗൈനക്കോളജി? ഇപ്പൊ ഈ പറഞ്ഞത് സ്ത്രീകൾക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ നേരിട്ട് സ്ത്രീരോഗ വിജ്ഞാനം എന്നാണ് പറയുന്നത്. സ്ത്രീരോഗ വിജ്ഞാനം അതിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ സ്ത്രീകൾക്കുണ്ടാകുന്ന സ്ത്രീകളുടേത് മാത്രം എന്ന് പറയാവുന്ന രോഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുടേത് മാത്രം എന്ന് പറയാവുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പെൺകുട്ടി അമ്മയാകുന്ന ഏർലി സ്റ്റേജ് മുതൽ, അതിന്റെ തുടക്കം മുതൽ മദർഹുഡിലേക്ക് വരുന്ന ആദ്യത്തെ സ്റ്റേജ് മുതൽ, നമ്മൾ അമ്മയായി എന്ന് അറിയിക്കുന്ന ആ സമയം മുതൽ എന്താ പറയാ നമ്മളുടെ കുട്ടി ആയിട്ട് ജനിച്ചു, കുട്ടീനെ ജനിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കൂടി വരെ ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ കൊടുക്കുന്ന സർവീസസും ഇന്ന് ഗൈനക്കോളജി വിഭാഗം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടിയും ആയിട്ട് വേർതിരിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ദിവസം കൂടി അവർക്ക് പല ട്രീറ്റ്മെന്റുകളും ശാരീരികമായിട്ട് ഒത്തിരി ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണമല്ലോ അല്ലെ. നമ്മുടെ പണ്ടേ ഉണ്ടായിരുന്ന ചിലപ്പോ ഗർഭാവസ്ഥയിലായിരുന്നപ്പോ നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചറൊക്കെ കുറച്ച് മാറും, ചേഞ്ച് വരും അല്ലെ. എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ വരില്ല. അതുപോലെ പ്രസവം കഴിയുമ്പോഴും നമ്മുടെ ബോഡി സ്ട്രക്ചറൊക്കെ കുറച്ച് മാറും അല്ലെ. ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്കൊക്കെ വരും. പക്ഷെ ഇതിനൊക്കെ നമുക്ക് റീഗെയിൻ ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം, പണ്ടത്തേതിനേക്കാൾ സുന്ദരികളാകാം. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ഇന്ന് ഒബ്സ്റ്റട്രിക്സ് വിഭാഗം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഏരിയ ഗൈനക്കോളജി ഇത് കൊടുക്കുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി, നെക്സ്റ്റ് വൺ. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വന്ധ്യതയ്ക്കുള്ള ചികിത്സയും ഗൈനക്കോളജിയുടെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ്.
ഓക്കെ, വന്ധ്യത എന്ന് വെച്ചാൽ കുട്ടികളില്ലാതെ ഇരിക്കുന്ന അവസ്ഥ. ഇത് കുട്ടികൾ ആകാനുള്ള കേപ്പബിലിറ്റി ആ പെൺകുട്ടിക്ക് ഇല്ല. അപ്പൊ അതിന് എന്താണ് അതിന്റെ പ്രശ്നങ്ങളെന്നൊക്കെ മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് ഫെർട്ടൈൽ ആക്കുക, അത് കുട്ടിയെ ഗർഭം ധരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആക്കി കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അടുത്ത ഗൈനക്കോളജി എന്താ പറയാ സർജറീസ് നടത്തുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ. സർജറീസും ഉണ്ട്, അതുപോലെ തെറാപ്പീസും മെഡിസിൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ. ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഏറ്റവും എന്താ പറയാ ഒരു എല്ലാ തരത്തിലുള്ള ഡിസോർഡേഴ്സിനെയും ഒരു വലയത്തിൽ കൊണ്ടുവന്ന് അതിന് ചികിത്സകൾ കൊടുക്കുക. സർജറിയുടെ കൂടെ ആകാം, അല്ലെങ്കിൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്താകാം. അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. അതിനകത്ത് വന്ന 3 സ്പെഷ്യൽ ഏരിയ ആണ് ഗൈനക്കോളജി, ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആയി. സോ നമ്മള് ഇന്നെടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചൊന്ന് വേഗം വരാം. വേഗം എഴുതിക്കോട്ടെ, അങ്ങോട്ട് സമയമുണ്ടെങ്കിൽ അടുത്ത ഡിപ്പാർട്ട്മെന്റ് എടുത്തോളാം. എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിങ് ഏതാ? എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി. അതില് പാരാതൈറോയിഡ് ഇതാ, പാരാതൈറോയിഡ്. പാരാതൈറോയിഡ് പാരാതൈറോയിഡ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ ഇടാം. 2 pairs of TWO, 2 pairs of small oval shaped glands, oval shaped glands, 2 pairs of small oval shaped glands next അടുത്ത് എന്നർത്ഥം, next to the thyroid gland. തൈറോയിഡ് ഗ്രന്ഥിയുടെ അടുത്തുള്ള 2 ജോഡി ചെറിയ ഓവൽ ഷേപ്പിലുള്ള ഗ്ലാൻഡുകളാണ് പാരാതൈറോയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പൈനിയൽ ഗ്ലാൻഡ്സ്, PINEAL അല്ലെങ്കിൽ പീനിയൽ എന്നും പറയാം. പൈനിയലിനോ നമുക്കതിനെ പ്രൊനൗൺസ് ചെയ്യാം. പൈനിയൽ ഓർ പീനിയൽ. ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. The gland which controls day-to-day activities. നമ്മളുടെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളെ, ദൈനംദിന പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതാണ് പൈനിയൽ ഗ്ലാൻഡ് ഓർ പീനിയൽ ഗ്ലാൻഡ്. Day-to-day activities. Full stop. എന്റെ ബ്രാക്കറ്റിൽ സ്മോളസ്റ്റ് ഗ്ലാൻഡ് കൂടി എഴുതുക. ഏറ്റവും ചെറിയ ഗ്ലാൻഡ് ആണ് കേട്ടോ പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ഗ്ലാൻഡ് ആണ് പൈനിയൽ ഗ്ലാൻഡ്, സ്മോളസ്റ്റ് ഗ്ലാൻഡ്. ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ ഹൈപ്പോതലാമസ്. എഴുതാൻ പറ്റുന്നില്ലേ? എഴുതുന്നതിന് പ്രശ്നമുണ്ടോ? പറയുന്ന സെന്റൻസ് പറയുന്നത് സ്പീഡായി പോകുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല. വെരി ഗുഡ്. അപ്പൊ എഴുതുക ഹൈപ്പോതലാമസ്. It's a part of brain. It is a part of brain which controls temperature, 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 comma, water level, WATER, water level, comma, hunger, HUNGER, വിശപ്പാണ്, hunger, etc. നമ്മുടെ വിശപ്പ്, നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവല്, ബോഡിയിലെ ടെമ്പറേച്ചറിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിലെ ഒരു ഭാഗം, അതിനെയാണ് ഹൈപ്പോതലാമസ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് അടുത്തത് എഴുതേണ്ടത്
അടുത്തത് ജെറിയാട്രിക്സ് എഴുതാം കേട്ടോ. നെക്സ്റ്റ് ഹെഡ് ആണ്, അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ജെറിയാട്രിക്സ്. ജെറിയാട്രിക്സ്. ജെറിയാട്രിക്സിലെ ഫസ്റ്റ് വൺ എഴുതാ ലോക്കോമോട്ടോസ് പ്രോബ്ലം. ലോക്കോമോട്ടോസ് പ്രോബ്ലം. LOCOMOTORS. ലോക്കോമോട്ടോസ് പ്രോബ്ലം. ഹൈഫനേറ്റഡ് എഴുതാ. Problem in mobility function. Mobility, move ചെയ്യാനുള്ള function. Problem in mobility function such as sit, stand, giant, etc. Sit ഇരിക്കാനോ, stand നടക്കാൻ അല്ല നിൽക്കാനോ, giant നടത്തം GAIT നടത്തത്തിനോ ഒക്കെ പ്രശ്നങ്ങൾ വരിക. അതിനൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മൂവ്മെന്റ് പ്രശ്നങ്ങളാണ്. അതിനെയാണ് നമ്മള് ലോക്കോമോട്ടോസ് പ്രോബ്ലംസ് എന്ന് വിളിക്കാം. എഴുതിയോ? പ്രോബ്ലംസ് ഇൻ mobility function such as sit, stand, giant, etc. Next one is the syncope. 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 Hyphenated data. Fainting. 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 Fainting due to fainting due to low blood pressure. Low, LOW. Low blood pressure. Fainting due to low blood pressure because of inadequate pumping of oxygen to brain. Inadequate pumping of oxygen to brain. എഴുതിയോ? എല്ലാവർക്കും? മാം ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ പറയോ? Because of inadequate pumping of oxygen to brain. ബ്രെയിനിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ പമ്പ് ചെയ്യാത്ത ഇത് മൂലം ഉണ്ടാകുന്ന തലകറക്കം, അത് BP ലോ ആകുന്നത് കൊണ്ട് കേട്ടോ. നെക്സ്റ്റ് എഴുതേണ്ടത് ഗ്യാസ്ട്രോ എൻട്രോളജി. അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എഴുതാം. Gastroenterology. Hyphenated എഴുതാം. സോറി, അതിൽ ആദ്യത്തെ എഴുതാം ഈസോഫാഗസ്. ഗ്യാസ്ട്രോഎൻട്രോളജിയിൽ ആദ്യം എഴുതേണ്ടത് ഈസോഫാഗസ് ആണ്. OESO. ഈസോ എന്ന് പറയുമ്പോ O അവിടെ ഉണ്ട്, സൈലന്റ് ആണെന്ന് മാത്രം. OESOPHAGUS. ഈസോഫാഗസ്. Hyphenated data. A long tube that carries food from throat to stomach. That carries food from throat to stomach. A long tube that carries food from throat to stomach. That is esophagus. Next one, liver pancreas. Liver pancreas. Produce digestive enzymes. Digestive, DIGESTIVE. Digestive enzymes
which breaks down produce digestive enzymes which breaks down fat, carbohydrates, proteins, etc. Liver, pancreas adana produce digestive enzymes which breaks down fat, carbohydrates and proteins. Next one, gallbladder. Put a hyphen and write sac located, sac, S-A-C, sac located under the liver. Sac located under the liver. Sac located under the liver. That's the gallbladder. Next one, rectum. R-E-C-T-U-M. Rectum. Hyphenated data. End part of large intestine. End part. E-N-D. End part of large intestine. വൻകുടലിന്റെ അറ്റത്തുള്ള ഭാഗം അതിനെയാണ് നമ്മൾ rectum എന്ന് വിളിക്കുക. നെക്സ്റ്റ് നമ്മള് ഗൈനക്കോളജിയില് ഒന്നും എഴുതാനില്ലല്ലോ. മെനാർക്ക് വേണമെങ്കിൽ എഴുതാം. ഗൈനക്കോളജി അറിയില്ലാത്തവർ എഴുതിയാൽ മതി. മലയാളം വേർഡ് എന്താണെന്ന് എഴുതാനാണ്. ഗൈനക്കോളജി മെനാർക്കാണ് ആദ്യത്തെ അർത്ഥവാരംഭം. early stage of അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് മെൻസുറേഷൻ. ഗൈനക്കോളജി എന്ന് എഴുതിയിട്ട് മെനാർക്ക് എന്ന് എഴുതി അവിടെ അതിന്റെ നേരെ ഒരു ഹൈഫ്രട്ടിന്റെ അർത്ഥവാരംഭം എന്ന് എഴുതാം. മെനോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥവ വിരാമം. രണ്ടും ഓർത്തിരിക്കേണ്ട. മെനാർക്ക് ആൻഡ് മെനോപോസ്. അർത്ഥവാരംഭവും അർത്ഥവിരാമം. മറ്റേത് ഇൻഫെർട്ടിലിറ്റിയുടെ മലയാളം വേർഡും കൂടി ഒന്ന് എഴുതി വെച്ചേക്കാം. വന്ധ്യത. ഓക്കെ, എടുത്തത് ഏതെങ്കിലും സംശയമുണ്ടോ? എൻഡോക്രൈനോളജി തുടങ്ങി നമ്മൾ എടുത്തു. എൻഡോക്രൈനോളജി, ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഗ്യാസ്ട്രോഎൻട്രോളജി, ഹെപ്പറ്റോളജി ആൻഡ് ഗൈനക്കോളജി. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എടുത്തത്. സംശയമൊന്നുമില്ല എല്ലാവർക്കും? സംശയം ഉണ്ടോന്ന് അപ്പൊ തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നും ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളാണ്. ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ വായിച്ചു പഠിച്ചാൽ മതി. ഓക്കെ, പീനിയൽ എന്നുള്ള നോട്ട്സിന്റെ സ്റ്റാർട്ടിങ് ഒന്ന് പറയാമോ? പീനിയൽ. The gland which controls day-to-day activities. എന്റെ ബ്രാക്കറ്റില് ഒരു കാര്യം കൂടി എഴുതാൻ പറഞ്ഞു. സ്മോളസ്റ്റ് ഗ്ലാൻഡ്, അത് ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ്. പിനിയൽ ഓർ പൈനിയൽ, അങ്ങനെ വേണമെങ്കിൽ പ്രൊനൗൺസ് ചെയ്താൽ മതി. The gland which controls our daily activities, day-to-day activities-നെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതിനെ സ്മോളസ്റ്റ് ഗ്ലാൻഡ് എന്നും പറയാം. ബയോളജിക്കൽ ക്ലോക്ക് എന്നും ഒക്കെ അതിന് പേരുണ്ട് കേട്ടോ. ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ദിവസത്തിനനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് ചെയ്യില്ലേ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ബയോളജി മീൻസ് ജീവശാസ്ത്രമാണ്. അപ്പൊ നമ്മുടെ ജീവനുള്ള ഒരു കാര്യം നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ട്. അതാണ് പൈനിയൽ ഗ്ലാൻഡ്. ഡേ ടു ഡേ എല്ലാ കാര്യങ്ങളും നമ്മളെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതാണ്. പാരാതൈറോയിഡ്. പിന്നെ ഹൈപ്പോതലാമസിന്റെ വിച്ച് കൺട്രോൾ ടെമ്പറേച്ചർ കഴിഞ്ഞിട്ടുള്ള വാട്ടർ ലെവൽ, ഹങ്കർ. ടെമ്പറേച്ചർ, വാട്ടർ ലെവൽ, ഹങ്കർ എക്സെട്ര. വിശപ്പ്, ശരീരത്തിലെ എന്താ പറയാ ഊഷ്മാവിന്റെ നില, പിന്നെ വാട്ടർ ലെവലിന്റെ നിലയൊക്കെ കൺട്രോൾ ചെയ്ത് നിലനിർത്തുന്നതാണ് ഹൈപ്പോതലാമസിന്റെ പ്രവൃത്തി.
മാം റെക്റ്റത്തിന്റെ ലാസ്റ്റ്. ഏതില്? കേട്ടില്ല. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ അതിനൊരു മറുപടി ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. മാം സിംപിന്റെ ലാസ്റ്റ് മാം ബിക്കോസ് ഓഫ് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് അല്ലേ? ബിക്കോസ് ഓഫ് ഇനാഡക്വേറ്റ് സപ്ലൈ. അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? INADEQUATE. ആവശ്യത്തിന് ഇല്ലാത്തൊരു അവസ്ഥ, അതിനാണ് ഇനാഡക്വേറ്റ്. ആഡക്വേറ്റിന്റെ ഓപ്പോസിറ്റ് ഇനാഡക്വേറ്റ്. Inadequate pumping of oxygen to brain. Inadequate pumping of oxygen to brain. Okay.